എന്റെ പൊന്നു മീൻസ് ഇവിടെ ഭയങ്കര വിഷയം. പോലീസ് അമ്മ ചേഞ്ച് ചെയ്തോണ്ടിരിക്കുകയാണെങ്കിൽ ബാക്കി ശബ്ദം കേൾക്കാം. അപ്പൊ മീൻസ് ഞങ്ങളാണെങ്കിൽ നമ്മുടെ അറബാവിന്റെ ഡുറാങ്ങ് തന്നിട്ട് അത് എടുത്തിട്ട് കത്തിച്ച് വിടുകയാണ് മൗണ്ടൈനിലോട്ട് തിരിച്ച്. സൗദിയിൽ നിന്ന് വണ്ടിയിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. എത്ര നേരം യാത്ര ആണെന്ന് പറഞ്ഞത്. എന്തായാലും പോലീസിന്റെ കണ്ണ് ഒട്ടിച്ച് കിട്ടി. നമ്മൾ അവർ പൊക്കി എക്സ്ട്രാ പെട്ടെന്ന് നമ്മുടെ നമ്മൾ ലാസ്റ്റ് വീഡിയോ നിർത്തിയപ്പോ നമ്മൾ തിരിച്ച് വീട്ടിൽ പോയല്ലായിരുന്നു. വീട്ടിൽ പോയി നമ്മൾ നിന്ന് ഒരു ദിവസം കഴിഞ്ഞ് രാവിലെ നോക്കിയപ്പോ പോലീസുകാർ മൊത്തത്തിൽ വളഞ്ഞിരിക്കുന്നു. റിസോർട്ടുകാരെല്ലാം കൂടെ വന്ന് ഞങ്ങളെ മൊത്തത്തിൽ കുറ്റം പറയാൻ തുടങ്ങി. കള്ളന്മാരാകുമ്പോൾ അതാണ് നമ്മൾ സംസാരിക്കാൻ. നമ്മളിപ്പോ ജാക്സന്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. മൗണ്ടൈനിൽ നമ്മുടെ റേഞ്ച് റോവറാണെങ്കിൽ നമ്മൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതെ, ഇനി നമുക്ക് എന്തായാലും റേഞ്ച് റോവർ പക്ഷെ ഞങ്ങൾ ഒരു അടിപൊളി സ്ഥലത്ത് ഒളിപ്പിച്ചിരിക്കുന്നത്. ആർക്കും ഇത് ഇനി കാണാൻ പറ്റത്തില്ല. ഡുറാങ്കോയിൽ പോകാൻ പറ്റുന്ന അത്ര സ്പീഡിലാണ് ഞങ്ങൾ വിട്ടുകൊണ്ടിരിക്കുന്നത്. പോലീസിന്റെ ചേസൊക്കെ നിങ്ങൾക്ക് ബാക്കി കേൾക്കാം. പോലീസിന്റെ ശബ്ദം. അതെ അതെ, പോലീസിന്റെ വണ്ടിയുടെ പക്ഷെ ടോൾ ഒരു സ്ഥലം എത്തിക്കഴിഞ്ഞാൽ പിന്നെ പോലീസുകാർ മെല്ലെ പൊക്കോളും. പക്ഷെ ഇവിടുത്തെ പോലീസുകാർ കുറച്ചൊരു സീനാണ് തോന്നുന്നു. മറ്റേ പോലീസുകാരാണെങ്കിൽ ഇടയിൽ വെച്ചിട്ട് നിന്നു വരും. അവന്മാരുടെ കൈയിരിക്കുന്ന തോന്നല്ലേ. ആ, നല്ല പവർഫുൾ തോക്കും. അതാ വരുന്നു കുറെ പേര്. എന്റെ പൊന്നെ നെക്സ്റ്റ് വണ്ടി ഇടിപ്പിക്കാൻ നേരെ ഞാൻ കത്തിച്ചു വിടുകയാണ്. പക്ഷെ ഇങ്ങനത്തെ ഓരോ വഴിയാണ് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇത് കൂടെ ഒന്നും വരില്ലായിരുന്നു. എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ മൗണ്ടൻ എത്തണം. അല്ല, BMW ബുക്ക് ചെയ്ത ആളുടെ ഒന്നും വാങ്ങിച്ചാൽ മതിയായിരുന്നു. ബുക്ക് ചെയ്യും, അല്ലെങ്കിൽ ഫെറാറി എന്തെങ്കിലും എടുക്കായിരുന്നു. അതാണെങ്കിൽ ഈ നേരം കൊണ്ട് നമ്മൾ മൗണ്ടൻ എത്താനേ ഉണ്ടോ. എന്തായാലും ഞാൻ കത്തിച്ച് വിടുകയാണ്. ഇനി ഇവിടുന്ന് മൗണ്ടൻ എത്തുമ്പോൾ കുറേ ടൈം എടുക്കും. ഇപ്പോൾ സമയം നോക്കുകയാണെങ്കിൽ രാത്രി 12 മണിയുണ്ട്. ഇവിടുന്ന് മൗണ്ടനിലോട്ട് 5 മണിക്കൂർ 6 മണിക്കൂർ ട്രിപ്പ്. 6 മണിക്കൂർ അതിലും ഉണ്ട്. ട്രോപ്പിക്കിലോട്ട് 8 മണിക്കൂർ 7 മണിക്കൂർ എന്തോ ഉണ്ട്. ഡുറാങ്കോയിൽ കത്തിച്ചു വിടുകയാണെങ്കിൽ 6.25 മണിക്കൂർ മാക്സിമം. നമ്മൾ കഷ്ടിച്ച് മൗണ്ടൻ എങ്ങനെയൊക്കെയോ എത്തി. വിടുന്നില്ല. ഇല്ല, അവർ ഇപ്പൊ പറയില്ല സേഫാ. പോയാ ആ, പോയി. ഒരു BMW അല്ലേ നിക്കണേ. അതെ, ആരാന്നാ BMW ഒക്കെ കൊണ്ടുവിടണേ. ഓ മരത്തിലൊക്കെ ഇരിക്കുന്ന ബ്രോ വന്ന് വണ്ടി എടുത്തോ. ഞാൻ എന്റെ ലെക്കിലെ കാലൊക്കെ പോയി എന്റെ കയ്യും കാലും ഒക്കെ ബ്രോ വണ്ടി എടുക്കും. ഞാനാണെങ്കിൽ ഒരു കിളിമോയമാരി നിൽക്കണ്ട ഉറക്കം വന്നിട്ട്. അയ്യോ, എഞ്ചിനൊക്കെ തുറക്കുന്നത്. അയ്യോ, അവന്മാര് പിറകെ ഉണ്ട് കേട്ടോ. ഞാൻ അറിഞ്ഞു. നമ്മൾ കളിച്ച എന്താ ഒന്നും ആവത്തില്ല. ഡുറാങ്കോ ഡ്രൈവറാണ്. അത് കാരണം അവനെ പിടിച്ചിരുത്തിയത്. എനിക്ക് ഈ ഡുറാങ്കോ ഓടിക്കാൻ പറ്റത്തില്ല. അതെന്റെ ഒരു പണ്ടേയുള്ള വിഷയമാണ്. ഭയങ്കര പാടാ. ഡുറാങ്കോന് ഇത്തിരി സ്റ്റിയറിംഗ് കൊണ്ട് തിരിക്കുമ്പോ കുറച്ച് ഇതാണ്. അതായത് ജാക്സൺ, നിന്റെ വീട് എവിടെയാ? ജാക്സൺ എണീക്കടാ. എണീക്കണില്ല. ഓ, ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇതന്നെ, എനിക്ക് ഓർമ്മയുണ്ട് ഗൈസ്. അപ്പോൾ ഈ കാണുന്നതാണ് ജാക്സന്റെ വീട്. ഈ കാണുന്ന 3 വീട് ഇവൻ്റെ വീടാണ്. പക്ഷേ ഇത് 3 വീടല്ലേ, അത് ഒറ്റ വീടായിട്ടാണ്. 3 പാർട്ടായിട്ടാണെന്നേ ഉള്ളൂ. അതാ അവൻ്റെ കാറാണ് ഈ കാണുന്നത്. നിങ്ങൾ കുറേ കാറുകളും ഉണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ സക്സസ്ഫുള്ളി ജാക്സന്റെ വീട്ടിലോട്ട് എത്തിക്കഴിഞ്ഞു. അവന്റെ വീട്ടിൽ കയറാനുള്ള രീതിയിലേക്കാണ് ഇപ്പൊ നമ്മള്. എന്തായാലും പിന്നെ ഇവിടെ താമസമൊന്നുമില്ല. അതൊക്കെ പണ്ട് താമസിച്ച ആൾക്കാരുടെ വീടാണ്. ഇവിടെ ആരും വരാറില്ല. നിർത്തിക്കോ ബ്രോ. പിന്നെ നമ്മുടെ വണ്ടിയിൽ വല്ല ട്രാക്കറും കാണോ അവന്മാര് വെച്ചിട്ടുണ്ടോന്ന് സെർച്ച് ചെയ്തിട്ട് ഉണ്ടെങ്കിൽ അത് എടുത്ത് കളനേരം കേട്ടോ. ഓക്കെ. പിന്നെ ഞാൻ എല്ലാവരുടെയും ഫോണിൽ ഒരു സാധനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആരുടെ ഫോണൊന്നും ഇതാകത്തില്ല. ബ്രോ, ഒരു പണിയുണ്ട് ബ്രോ. ഡുറാങ്കോടെ എൻജിൻ കത്തുന്നതാ. അടക്കട്ടെ.
എന്തോ പറ്റിയതാ ബ്രോ ഇത്? ഓഫ്, തീ അടച്ചു. ഞാൻ ഈ ഡിക്കി എങ്ങനെ തുറക്കുന്നത്? അതെനിക്ക് ഓർക്കാൻ പറ്റുക. ഓ, അടാ അടാ അടാ, അടച്ചോ അടച്ചോ അടച്ചോ. ഇപ്പൊ ഈ ജാക്സൺ ഇപ്പൊ തൽക്കാലത്തേക്ക് കിടന്ന് ഉറങ്ങിട്ട് വണ്ടിയിൽ, അവനെ പിന്നെ വിളിക്കാം. എന്തായാലും പോയി കിടന്ന് നമുക്ക് ഉറങ്ങിട്ട് വരാം. അപ്പൊ ബ്രോ ഉറങ്ങിട്ട് ഞാനൊന്ന് രാവിലെ വണ്ടി ആകുമ്പോ ഒന്ന് കിടന്നു. രജിസ്റ്റർ ചെയ്ത് നോക്കട്ടെ. ഞാൻ രാവിലെ ആയിട്ട് വരാം. ബ്രോ അപ്പൊ ശരി. വണ്ടി ഓൺ ആവണില്ല. തേനോ പണി പാളിയോ? അപ്പൊ ഇതിനൊന്ന് വർക്ക്ഷോപ്പിൽ കൊണ്ട് റെഡി ആക്കിയിട്ട് വരാം ഞങ്ങള്. അപ്പൊ ഓഫ്, ഇനി നാളെ രാവിലെ കാണാം. കഷ്ടിച്ച് വണ്ടി ഓൺ ആവുന്നുണ്ട്. ഓ, ഇനിയിപ്പോ വർക്ക്ഷോപ്പിൽ പോണ്ട. എന്തായാലും ഇനി നാളെ രാവിലെ കാണാം. പക്ഷെ എനിക്കാണെങ്കിൽ എന്തായാലും ഭയങ്കര വണ്ടി ഒന്ന് തലവേദന. കൊടുക്കണം ബ്രോ, കാരണം വണ്ടിക്ക് ഒരു ഇതില്ല, സൗണ്ടൊക്കെ മാറി. ആ, ഗൈസ്, കൊറേ അപ്പോൾ ദൂരം എന്തായാലും ഓടിച്ചല്ലേ അതായിരിക്കും. ജാക്സണേ വാ, എണീക്ക് പോവാ. ഓക്കെ ഗൈസ്, അപ്പോൾ വീടിൻ്റെ ഉള്ളിൽ പോയിട്ട് നാളെ രാവിലെ കാണാം. എൻ്റെ വീട് അത്യാവശ്യം വലുതാണ്. എൻ്റെ വീട് കണ്ടിട്ടേ ഉള്ളൂ, ഇതൊരു ഉള്ളിൽ പോയിട്ടില്ല. അപ്പോൾ ബൈ ബൈ. അല്ല ബൈ ബൈ അല്ല, നാളെ കാണാം. അങ്ങനെ രാവിലെ ആയിരിക്കും ഞങ്ങൾ ഉറക്കമൊക്കെ എണീറ്റ് ഫ്രഷ് ആയി. ജാക്സന്റെ വണ്ടി കയറി ഇരിപ്പുണ്ട്. അപ്പൊ ഞങ്ങൾ ഇന്ന് ഇവിടുന്ന് വിടുകയാണ്. നമ്മൾ ഇന്ന് ജോണൊന്നും ട്രോപ്പിക്കിലേക്ക് ഇല്ല, പോവുകയാണ്. ജോൺ ഇപ്പോഴും ഉള്ളിൽ കയറി കിടന്ന് ഉറങ്ങുകയാണ്. ജോൺ ഇവിടെ ആയിക്കിട്ട്. ജോണിനെ എന്തായാലും പോലീസുകാർ റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല. നമ്മള് 3 പേരെയാണ് ഓട്ടപ്പുള്ളി ഇട്ടേക്കുന്നത്. അപ്പൊ നമുക്ക് 3 പേർക്കും കൂടെ ട്രോപ്പിക്കിലേക്ക് പോവാം, നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി. ബ്രോ, അതിന് മുമ്പ് നമ്മുടെ വണ്ടി ഞാൻ ഒന്ന് ഓടിച്ചു നോക്കട്ടെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന്. ഓടിച്ചു നോക്ക്. ഇത് സംഭവം അറബാബിന്റെ ഡുറാങ്കോ ആണ്, ഞാൻ പറഞ്ഞായിരുന്നല്ലോ അല്ലേ. അതാണ്, ഇനിയിപ്പോൾ നന്നാക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്കറിയണ ഷോപ്പുണ്ട്. പക്ഷെ അത് സിറ്റി വണ്ടിലാണ്, അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല. ഫുള്ള് ചെക്കിങ് ആണ്, സിറ്റി 2 സിറ്റി 1. ഓ ബ്രോ, സൗദി 40ന് മേലെ കയറുന്നില്ല. ഓ വണ്ടി നോക്ക്, എന്താണ് 50 ആവണില്ല, എന്തോ പ്രശ്നമുണ്ട്. ബ്രോ, ഒരു കോള് വരും, ഏറ്റിക്കറോ. വണ്ടി സ്റ്റോപ്പ് ചെയ്യ്. സ്റ്റോപ്പ് ചെയ്യാം. ബ്രോ, വീഡിയോ പറ്റി. ഹലോ, ആരാ? ഹലോ, ഇത് സൗദി പോലീസാണ് വിളിക്കുന്നത്. നിങ്ങളല്ലേ റേഞ്ച് റോവർ കേസിലുള്ള ആളുകൾ? അയ്യോ, ഞങ്ങൾ ആണ്. എന്താ? നിങ്ങളുടെ കുട്ടിക്കളിയുമായി ഇനി നിങ്ങൾക്ക് മുൻപിലോട്ട് വരാൻ കഴിയത്തില്ല. കാരണം നിങ്ങളിപ്പോൾ മൗണ്ടനിലാണ് എന്ന് ഞങ്ങൾക്ക് അറിയാം. പക്ഷേ നിങ്ങളെ ഞങ്ങൾ പിടിക്കാൻ വരാത്തത് നിങ്ങൾ സറണ്ടർ ചെയ്യുമെന്ന് വിചാരിച്ചാണ്. പക്ഷെ നിങ്ങളിനി സറണ്ടർ ഇല്ലെങ്കിൽ ഞങ്ങൾ ഉറപ്പായും സിറ്റി പോലീസ്, മൗണ്ടൻ പോലീസ്, എല്ലാ പോലീസും കൂടി വന്ന് നിങ്ങളുടെ വീടിനെ, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ജാക്സൺ എന്ന ആളുടെ വീടിൻ്റെ ചുറ്റും ഞങ്ങൾ വളഞ്ഞ് നിങ്ങളെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നതായിരിക്കും. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഡുറാങ്കോ കാറിൻ്റെ എൻജിൻ ഇന്നലെ കത്തിപ്പോയി. കാരണം ഞങ്ങൾ ആ വണ്ടിയുടെ പെട്രോളിന് പകരം ഒരു പ്രത്യേക ഫ്യൂവൽ ഒഴിച്ചു. ആ ഫ്യൂവൽ നിങ്ങളുടെ വണ്ടിയുടെ എൻജിൻ തകരാറിലാക്കി. ഇനി നിങ്ങളുടെ വണ്ടി 50 കിലോമീറ്ററിന് മേലെ പോകത്തില്ല. എന്തു തോന്നുന്നു ഇപ്പൊ മിസ്റ്റർ ക്രാസോ? എനിക്ക് വാക്കുകളൊന്നും പറയില്ല. എന്നാലും നീ ഓർത്തു വെച്ചോ, നിനക്കുള്ള പണി വരുന്നുണ്ട്. ഞങ്ങളാ പറയും. ഞാൻ ആ കോള് കട്ട് നിങ്ങളിപ്പോൾ ചെയ്തു. ചലഞ്ച് ചെയ്തിരിക്കുന്നത് സൗദി പോലീസിനെയാണ്. നിങ്ങളെ നാട്ടിലെ സിറ്റി പോലീസിനെയൊന്നുമല്ല, ഇത് സൗദി പോലീസാണ്. നിങ്ങൾ കളിക്കുന്ന സിറ്റി ആൾക്കാർ. പോലീസ് ആണെങ്കിലും സൗദി പോലീസ് ആണെങ്കിലും ഞങ്ങൾക്ക് ഒരുപോലെയാണ്. വെച്ചിട്ട് പോടാ. ആരാടാ ഓക്കെ വിളിച്ചത് ബ്രോ, ക്രാസോ? സൗദി പോലീസ്. അതാരീ എടാ, സൗദി? അവന്മാര് ഇന്നലെ ഫ്യൂവൽ സ്റ്റേഷനിൽ പറഞ്ഞ ഏതോ ഡ്യൂപ്ലിക്കേറ്റ് ഫ്യൂവലാ നമ്മുടെ വണ്ടിക്ക് അടിച്ചു തന്നെ. അത് കാരണം നമ്മുടെ വണ്ടി 50 മേളിൽ കേറാത്തതും കത്തിപ്പോരും. അതാണ് ഇപ്പൊ. പക്ഷെ അവന്മാര് അവന്മാര് നമ്മളെ വളരെ കണ്ടന്മാരാണ്. 57 കേറുന്നുണ്ട് കേട്ടാ. അവന്മാർക്ക് ലൊക്കേഷൻ കിട്ടി. നമ്മളെ പിറകെ ഇപ്പൊ വരും. ജാക്സന്റെ വീട് കത്തിക്കുന്ന് പറയുന്നത്. പെട്ടെന്ന് ജോണിന്റെ അടുത്ത് അവിടെ നിന്ന് ഓടിക്കോളാൻ പറ. നമുക്കിന്ന് ജോണിനെ വിളിക്കാൻ പോവാ. ബ്രോ, വണ്ടി റെഡി. റെഡിയായോ? മണ്ടന്മാര് ഞാനെന്നാ ഏതോ വേഗം പോയി ജോണിനെ വിളിച്ചിട്ട് വരാം. ബ്രോ 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 ഒരു വഴിയേ ഉള്ളൂ. നമ്മുടെ റേഞ്ച് റോവർ വിളി.
അല്ലാതെ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. ജോണിന്റെ അടുത്ത് വേറെ റേഞ്ചർ ഓവർ എടുത്തോണ്ട് ഈ സ്ഥലത്തോട്ട് വരാം. ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. നമുക്കെന്നൊരു കാര്യം ചെയ്യാം. ഇനിയിപ്പോ സൗദിയിലോട്ട് നമുക്ക് കേറാൻ പറ്റത്തില്ല. എന്നാ ഇപ്പൊ പിന്നെ ഞാൻ നമ്മളാണ് പറത്തട്ടെ ബ്രോ വണ്ടി. വാണ്ടഡ്, ജോണല്ല. ബ്രോ വണ്ടി എന്നാ ഞാൻ പറത്തട്ടെ. ഏ വണ്ടി എന്നാ എന്റെ ബ്രോ ബ്രോ എവിടെ നിർത്തി? എന്നൊരു കാര്യം ചെയ്യാം ബ്രോ. ഇനി ഞാൻ നോക്കിയിട്ട് ഒറ്റ വഴിയേ കാണുന്നുള്ളൂ. ജാക്സന്റെ എന്തിയെ വണ്ടി ബ്രോ? കൊടുത്ത് നമുക്ക് ജോണിനെ ഇപ്പൊ ആർക്കും അറിയത്തില്ല. നമ്മളെ 3 പേരെ മാത്രമേ ആൾക്കാർക്ക് അറിയത്തുള്ളൂ. ബ്രോ വണ്ടി എന്തി? അയ്യോ ഞാൻ ബ്രോ, വണ്ടിന്ന് ചാടി ഇറങ്ങിപ്പോയി. ബ്രോ എവിടെ പോയി? ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ബ്രോ. അത് നമ്മുടെ തൊട്ട് ബാക്കി ജാക്സന്റെ വീട്ടിൽ. കിടക്കുന്നു. അതായത് ഇപ്പോ എന്റെ അടുത്തോട്ട് വാ. അതായത് ഇനിയിപ്പോ ഞാൻ നോക്കിയിട്ട് ഒറ്റ വഴിയേ കാണുന്നുള്ളൂ ബ്രോ. നമുക്ക് ജാക്സന്റെ കാർ അത്യാവശ്യം സ്പീഡുള്ളൊരു കാറാണ്. ബ്രോ ഒന്ന് ഇറങ്ങിയേ ബ്രോ. ബ്രോ ഒന്നും വിചാരിക്കരുത്, വണ്ടിയിലോട്ട് കേറിക്കോ. ഈ വണ്ടി മറിഞ്ഞാലും എന്ത് പ്രശ്നം വന്നാലും എന്റെ കൂട്ടുകാരല്ലേ അറബാബു, ഞാൻ നോക്കിക്കോളാം. ഇനി ഓക്കെ നമുക്ക് അൾട്രാ സ്പീഡ് വിട്ടേ പറ്റൂ. കേറി, ബ്രോ, ഇത് എന്റെ കയ്യിലാ. ഞാൻ ഒരു മറിഞ്ഞാ കാര്യം ചെയ്യാം. നമ്മളെ രണ്ടുപേരെ മാത്രമേ ഇപ്പൊ പോലീസുകാർക്ക് കണ്ടറിയത്തുള്ളൂ. ജാക്സണെയും ജോണിനെയും പോലീസുകാർക്ക് ഇപ്പൊ കണ്ടറിയത്തില്ല. ജാക്സനെ ഞാൻ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. അവന്മാർ രണ്ടുപേരും ഇപ്പോൾ സൗദിയിലോട്ട് പോയി നമ്മളെ റേഞ്ച് റോവർ എടുത്തിട്ട് വരും. നമുക്ക് എന്നിട്ട് നേരെ ട്രോപ്പിക്കിലോട്ട് വിട്ടാലോ? കാട് വഴി കേറുവാ ബ്രോ ഞാൻ വണ്ടി. ബ്രോ നമുക്ക് ട്രോപ്പിക്സിലോട്ട് പോണ്ട, ജപ്പാനിലെ ട്രോപ്പിക്സിലോട്ട് പോവാ. ഇവിടുത്തെ ട്രോപ്പിക്സ് ഡേഞ്ചറാണ്. നമുക്ക് ജപ്പാനിലെ ട്രോപ്പിക്സിലോട്ട് പോയാലോ? ബ്രോ ഈ വണ്ടി എടുത്ത് ഇനി ഞാൻ ജപ്പാനിലെ ട്രോപ്പിക്സ് വരെ ഓടിച്ചു പോകണമെങ്കിൽ അത് ദൈവം വിചാരിക്കണമെന്ന് ഞാൻ പറയത്തില്ല. വഴി പറ ബ്രോ, ഞാൻ പോവാ അങ്ങോട്ട്. ബ്രോ 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 ഈ വണ്ടിയും കൊണ്ട് പോകുന്ന സേഫ് അല്ല. ഇറങ്ങിറങ്ങും, വണ്ടിയിൽ നിന്ന് ഇറങ്ങും. അവിടെ ഒരു BMW എടുക്കുന്ന അവിടെ എടുക്കാം. ആ അപ്പൊ ഞാൻ അവിടെ കിടന്നൊരു BMW എടുത്തിട്ടുണ്ട്. ഇത് ഏതാ BMW എന്ന് പറഞ്ഞത്? എന്തായാലും ചളിങ്ങിയൊക്കെ ഇരിക്കുകയാണ്, എന്നാലും കുഴപ്പമില്ല. ഇപ്പൊ നമുക്ക് ഈ BMW ഉള്ളൂ വഴിയായിട്ട് എടുക്കാൻ, വേറെ വഴിയൊന്നും ഇല്ല. അതെ അപ്പൊ ഗൈസ്, ഇതാണ് ഏറ്റവും ഫെയർ വഴി എന്ന് വിചാരിച്ചു. കാരണം ഇതിനാണ് സ്പീഡ് കൂടുതൽ. അപ്പൊ ഈ നമുക്ക് ട്രോപ്പിക്ക് എത്തിയിട്ട് കാണാം. അതെ അതെ ഗൈസ്. പിന്നെ ഡുറാങ്കോ ഞങ്ങൾ കളഞ്ഞിട്ടൊന്നുമില്ല. അത് ജാക്സണും ജോണും ഞങ്ങൾ ഏൽപ്പിച്ചത്. കാരണം അവന്മാരുള്ള വണ്ടി സ്പീഡ് ഉണ്ടെങ്കിലും ഡുറാങ്കോൻ്റെ അത്ര സ്പീഡൊന്നും ഇല്ല. അതുകൊണ്ട് ഇതും കൊണ്ട് അവർ സൗദിക്ക് പോയിട്ട് നേരെ അർബാബിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് അവർ റേഞ്ച് റോവർ പോയി ജപ്പാനിലോട്ട് വരും. നമ്മളിപ്പോൾ ജപ്പാനിലോട്ട് പറപ്പിച്ച് വിടുകയാണ്. മൗണ്ടൻ ഇപ്പോൾ കഴിയും. മൗണ്ടനിന് അത്യാവശ്യം നല്ല ദൂരമുണ്ട്. 10 മണിക്കൂർ 11 മണിക്കൂറുണ്ട് ജപ്പാനെത്താൻ. അതൊക്കെ ഇപ്പൊ 1 മണിക്കൂറാക്കി ഞാൻ കാണിച്ചു തരാം. എന്താ ഇപ്പൊ ഞാൻ വിടുക. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി നമുക്ക്